ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 ബ്രിട്ടീഷ് ഭരണകാലത്ത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ പുറത്തിറക്കുക, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക മേൽനോട്ടം കൈകാര്യം ചെയ്യുക, പണനയം രൂപീകരിക്കുക, കറൻസിയുടെ വിനിമയ മൂല്യം സൂക്ഷിക്കുക തുടങ്ങിയവയാണ് ബാങ്കിൻ്റെ കടമകൾ. 1949 ജനുവരി 1 റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചു. റിസർവ് ബാങ്ക് ഗവർണറാണ് ഇതിൻ്റെ ഭരണത്തലവൻ. 4 വർഷമാണ് റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി. മുംബൈയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. എറണാകുളം ജില്ല നിലവിൽ വന്നു. കേരളത്തിലെ 9ാമത്തെ ജില്ലയായി 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല നിലവിൽ വന്നു. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്ഥാനം നിലവിൽ വന്ന് 2 മാസം കഴിഞ്ഞ് 1957 ജനുവരി 1 മലബാർ ജില്ല വിഭജിച്ച് കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകൾ രൂപീകരിച്ചു. അങ്ങനെ കേരളത്തിലെ ജില്ലകളാകെ 7 ആയി. 1957 ഓഗസ്റ്റ് 17 കോട്ടയം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ആലപ്പുഴ ജില്ല രൂപീകരിച്ചു. 1958 ഏപ്രിൽ 1 തൃശ്ശൂർ, കോട്ടയം ജില്ലകളിലെ കുറേ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് 9ാമത്തെ ജില്ലയായി എറണാകുളം ജില്ല രൂപീകരിച്ചു. വീണ്ടും പല സമയങ്ങളിലായിട്ടാണ് മറ്റ് 5 ജില്ലകൾ കൂടി വന്നത്. 1984 മെയ് 24 കേരളത്തിലെ 14ാമത്തെ ജില്ലയും അവസാനം രൂപം കൊണ്ട ജില്ലയുമായ കാസർഗോഡ് നിലവിൽ വന്നത്. ലോറി ബേക്കർ ചരമദിനം. ചെലവ് കുറഞ്ഞ വീട് എന്ന നിർമ്മാണ രീതിയുടെ ഉപജ്ഞാതാവായ ലോകപ്രശസ്ത ശില്പി ലോറി ബേക്കർ 2007 ഏപ്രിൽ 1 അന്തരിച്ചു. 1917 മാർച്ച് 2 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് അദ്ദേഹം ജനിച്ചത്. ആർക്കിടെക്റ്റ് ബിരുദം നേടി തൊഴിൽ പരിശീലനം നടത്തിയ അദ്ദേഹം 1945 ഇന്ത്യയിലെത്തുകയും ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി പിന്നീട് ഇന്ത്യയിൽ തന്നെ തുടരുകയും ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. 1963 കേരളത്തിലെത്തിയ ലോറി ബേക്കർ കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും ശ്രദ്ധേയമായ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള വൃത്താകൃതിയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് കെട്ടിടം ബേക്കർ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. അത്യാവശ്യമില്ലാത്ത ആഡംബരങ്ങൾ ഒഴിവാക്കിയും പ്രകൃതിയോട് ഇണങ്ങുന്ന നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചും കെട്ടിടത്തിൻ്റെ ഉറപ്പിന് കോട്ടം തട്ടാതെ തന്നെ നിർമ്മാണ ചെലവ് കുറയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജനലുകൾക്ക് പകരം ഇഷ്ടികകൾക്കിടയിൽ സുഷിരങ്ങളിട്ടുള്ള നിർമ്മാണം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ അവാർഡും ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ആർക്കിടെക്റ്റ് അവാർഡും നേടിയിട്ടുള്ള ലോറി ബേക്കറെ 1900 പത്മശ്രീ നൽകിയും 1992 പത്മഭൂഷൺ ബഹുമതി നൽകിയും ഭാരത സർക്കാർ ആദരിച്ചു. വിവിധ യൂണിവേഴ്സിറ്റികൾ ഡോക്ടറേറ്റ് ബിരുദവും നൽകി. 2007 ഏപ്രിൽ 1 അദ്ദേഹം തിരുവനന്തപുരത്ത് അന്തരിച്ചു.
ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനം. 1564 ഏപ്രിൽ 1 ഫ്രാൻസിലാണ് ലോക വിഡ്ഢി ദിനം ആചരിച്ചു തുടങ്ങിയത്. അക്കാലത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും മാർച്ച് 25 പുതുവർഷം തുടങ്ങിയിരുന്നത്. അതോടൊപ്പം മാർച്ച് 25 തുടങ്ങി ഏപ്രിൽ വരെ നീളുന്ന പുതുവത്സരാഘോഷ പരിപാടികൾ നടത്തുകയും ഏപ്രിൽ 1 സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. ഫ്രാൻസിലെ ഭരണാധികാരികൾ 1564 മുതൽ ജനുവരി 1 തുടങ്ങുന്ന പുതുവർഷ കലണ്ടർ അംഗീകരിച്ചു. നാട്ടുകാരിൽ പലർക്കും ഇത് അത്ര ഇഷ്ടമായില്ല. അധികാരികളെ കളിയാക്കിക്കൊണ്ട് അവർ കത്തുകളയച്ചു. ആ വർഷം ഏപ്രിൽ 1 ആളുകളെ മണ്ടന്മാരാക്കുന്ന സമ്മാനപ്പൊതികളയച്ചു. കലണ്ടർ മാറിയത് അറിയാതെ ഏപ്രിൽ 1 പുതുവർഷം ആഘോഷിക്കുന്നവരെ കളിയാക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. കലണ്ടർ മാറിയതറിയാതെ ഏപ്രിൽ 1 പുതുവർഷം ആഘോഷിച്ചവരെ ഏപ്രിൽ ഫൂൾസ് എന്ന് വിളിക്കുകയും ചെയ്തു.